ശ്രീജിത്ത്, ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണുള്ളത്. അതിന് മുൻപ് ഒരു തീരുമാനത്തിലേക്ക് എത്തണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സീനിയർ നേതാക്കൾ ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സാമുദായിക സമവാക്യങ്ങൾക്കൊപ്പം തന്നെ സീനിയോറിറ്റി പരിഗണിക്കുക അതൊരു പ്രധാനപ്പെട്ട ഘടകമായി മാറും. അപ്പോൾ ഈ തിരുവഞ്ചൂരിന്റെ അടക്കമുള്ള കാര്യങ്ങളിൽ മുൻപ് വന്ന ഒരു വിവരം അത് തന്നെയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ സ്പീക്കർ സ്ഥാനത്തേക്ക് മാറുന്നു എന്ന് പറയുമ്പോഴും മറ്റു മുതിർന്ന നേതാക്കളെ എങ്ങനെയാണ് ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുക എന്നതിൽ എങ്ങനെയാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്? എല്ലാ 21 മന്ത്രിസഭയിൽ ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകിക്കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന് മുഖ്യമന്ത്രി അടക്കം 11 പേരാണ്. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നത് ശരിയാണ്, പക്ഷെ അതെൻ്റെ മാതാവിനെ കാണാനും അതുപോലെ തന്നെ എൻ്റെ പിതാവിനുള്ള സ്നേഹം കൊണ്ടുവന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇവിടെ ഒന്ന് ഒഫീഷ്യലി കാണാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും മുന്നോട്ടുള്ള യാത്രയ്ക്ക് നേർന്നു. തീർച്ചയായിട്ടും പാർട്ടിക്ക് ഏത് തീരുമാനവും എടുക്കും. പാർട്ടിയാണ് എല്ലായ്പ്പോഴും നമുക്ക്, പാർട്ടി വലുതാണ്, പാർട്ടിയാണല്ല, പാർട്ടിയാണ് വലുത്. പാർട്ടിക്ക് വേണ്ടിയാണ് ഞങ്ങളെല്ലാം നിൽക്കുന്നത്. പാർട്ടി തന്നാലും തന്നില്ലേലും പാർട്ടി വേണം. മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നതിന് പിന്നാലെ കൂടിയാണ് ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. പക്ഷേ അദ്ദേഹം അക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല. അമൽ, അതെ, സൗഹൃദ സന്ദർശനം എന്നാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ വി ഡി സതീശൻ ഇവിടെ എത്തിയിരുന്നു. സൗഹൃദ സന്ദർശനം ഒരു തവണ നടത്തിയതാണ്. അപ്പോൾ വീണ്ടും അത് എന്താണെന്നുള്ളത് അറിയില്ല. ശ്രീജിത്തിലേക്ക് തന്നെ പോകാം. ശ്രീജിത്ത്, പറഞ്ഞോളൂ. ചാണ്ടി ഉമ്മൻ എന്തായാലും പാർട്ടി തീരുമാനിക്കട്ടെ. വി ഡി സതീശന്റെ കൂടിക്കാഴ്ച അത് സൗഹൃദ സന്ദർശനം മാത്രമാണെന്ന് ആവർത്തിക്കുകയാണ്. ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിന്റെ മുഖത്ത് ആ ഒരു നിരാശയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മന്ത്രിസ്ഥാനം ലഭിക്കാനുള്ള സാധ്യത തന്നെയുണ്ട്. അദ്ദേഹം 2ാം തവണയാണ് MLA ആകുന്നെങ്കിലും അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ മകനല്ലേ. അപ്പോൾ ആ രാഷ്ട്രീയമായിട്ട് എന്തൊക്കെ പ്രതികരണങ്ങൾ നടത്തണം, എന്തൊക്കെ പ്രതികരണങ്ങൾ ഏതൊക്കെ ഘട്ടത്തിൽ നടത്തണം എന്നതിനെപ്പറ്റി നല്ല ബോധ്യമുള്ള ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൊരു മിതത്വമുള്ളത്. എങ്കിലും അദ്ദേഹത്തിന് മന്ത്രിസഭാ ബർത്ത് ഉറപ്പാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് സാമുദായിക പരിഗണനകൾ വെച്ച് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലനായ MLA എന്ന നിലയിൽ കൂടി അദ്ദേഹത്തിനെ പരിഗണിക്കണമെന്ന അഭിപ്രായം നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനുണ്ട്. തന്റെ മന്ത്രിസഭയ്ക്ക് ഒരു യുവത്വവും ഒരു ഫ്രഷ്നസും ഒരു പ്രസരിപ്പും ഉണ്ടാകണം. അത് പരിചയസമ്പന്നരുടെയും യുവാക്കളുടെയും വനിതകളുടെയും അടക്കമുള്ള ഒരു നിരയായിരിക്കണം എന്നൊരു കാഴ്ചപ്പാട് വി ഡി സതീശൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുമ്പോഴാണ് VT ബൽറാം, ചാണ്ടി ഉമ്മൻ തുടങ്ങിയ പേരുകൾ സതീശൻ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ VT ബൽറാമിന്റെ കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഉറപ്പിക്കാറായിട്ടില്ല. അദ്ദേഹത്തിന്റെ ഈ സാമുദായിക പരിഗണനകളൊക്കെ വരുമ്പോൾ VT ബൽറാമിന്റെ സാധ്യത അതിൽ തട്ടിയാണ് നിൽക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.